ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ഫെബ്രുവരി മാസം 23-ാം തീയതി ഞായറാഴ്ച മുതൽ മാർച്ച് 1-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ കുംഭൻ രാശിയിൽ ചതയം ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ദശമി മുതൽ ശുക്ലപക്ഷ ദ്വിതീയ വരെ മൂലം മുതൽ ഉത്രട്ടാതി വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണിയിലും ചൊവ്വ വക്രഗതിയിൽ മിഥുനൻ രാശിയിൽ പുണർദം നക്ഷത്രത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും ശുക്രനും രാഹുവും മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ബുധൻ കുംഭൻ രാശിയിൽ നിന്നും ഫെബ്രുവരി 27-ാം തീയതി മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാഹചര്യങ്ങൾ പൊതുവെ അനുകൂലമാണ്. മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ കഴിയും. ആകുലതകൾ താൽക്കാലികമായെങ്കിലും ശമിക്കുന്നതാണ്. ഭൗതികമായി ഉണർവോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. ശരിയായ നിലപാടുകൾ കൈക്കൊള്ളുവാനും അവയിൽ ഉറച്ചു നിൽക്കുവാനും കഴിയും. സാമ്പത്തിക കാര്യങ്ങളിൽ സംതൃപ്തി അനുഭവപ്പെടുന്നതാണ്. മേലധികാരികളുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയും. കുടുംബത്തിൻ്റെ സ്നേഹവും സമൂഹത്തിൻ്റെ അംഗീകാരവും ലഭിക്കും. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. സ്വയം തിരുത്തി മുന്നേറാനുള്ള ആർജവം ഉണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചരാശിയിൽ തുടരുന്നതിനാൽ കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി തന്നെ നടക്കും. സ്വാതന്ത്ര്യത്തിന് ഭംഗം വരാതെ തന്നെ പ്രവർത്തിക്കുവാൻ കഴിയും. ആത്മവിശ്വാസം വർദ്ധിക്കും. മുൻപ് എത്ര ശ്രമിച്ചിട്ടും നേടാതെ പോയ കാര്യങ്ങൾ ഇപ്പോൾ നേടാനായേക്കും. മുതൽ മുടക്കിയുള്ള എല്ലാ മേഖലകളിലും ലാഭം കണ്ടു തുടങ്ങും. ബന്ധുക്കൾക്ക് സഹായം നൽകാനും മടി കാണിക്കില്ല. സുഹൃത്തുക്കളുടെ പിന്തുണയും സഹായവും ലഭിക്കും. രോഗദുരിതങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും. ദാമ്പത്യ ജീവിതത്തിലെ അവസരങ്ങൾക്ക് അനുരഞ്ജനം സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. ചിട്ടിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം ഉണ്ടാകും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടക്കൂറുകാർക്ക് കാര്യങ്ങൾ ഒട്ടൊക്കെ ഗുണകരമാകും. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദങ്ങളില്ലാതെ പ്രവൃത്തികളിൽ മുഴുകുവാൻ കഴിയും. നീതിബോധവും കാര്യനിർവഹണവും ആദരിക്കപ്പെടുന്നതാണ്. സന്താനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും പരിഹരിക്കാനും ശ്രമിക്കും. ഇടവക്കൂറുകാർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ മനക്ലേശവും ശാരീരിക ക്ഷീണവും അനുഭവപ്പെട്ടേക്കാം. സാമ്പത്തികമായി ചെലവ് വർദ്ധിക്കുന്നതാണ്. ആഴ്ച പകുതിയാകുന്നതോടെ സ്വസ്ഥത മടക്കി കിട്ടിത്തുടങ്ങും. ബിസിനസ് രംഗത്ത് പുരോഗതിയും സന്തോഷവും ലഭിക്കും. സുഹൃത്ത് സമാഗമങ്ങൾ സാധ്യമാകും. അതിലൂടെ സന്തോഷം ഭവിക്കും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ചന്ദ്രന് പക്കബലം ഇല്ലാത്തതിനാൽ വൈകാരികമായ തീരുമാനങ്ങൾ ദോഷം ചെയ്യും. തീരുമാനങ്ങളിൽ ആലോചനയും കരുതലും വേണം. അനാവശ്യമായ ഉത്കണ്ഠകൾ അലട്ടിയേക്കാം. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരികയും ആക്ഷേപത്തിന് പാത്രമാവുകയും ചെയ്യും. ബന്ധുകലഹത്തിൽ പക്ഷം പിടിക്കുന്നത് കരുതലോടെ വേണം. ആഴ്ച ആദ്യ ദിവസങ്ങളിൽ പൊതുവെ ഗുണം കുറയാം. പൊതുപ്രവർത്തകർക്ക് കൂടുതൽ അലച്ചിലുണ്ടാകും. ശുഭകാര്യങ്ങൾ നീട്ടിവെക്കുന്നതാകും ഉചിതം. ആഴ്ച പകുതി കഴിയുന്നതോടെ സാമാന്യമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ആഗ്രഹിച്ച വസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മമേഖലയിൽ വിരക്തി തോന്നിത്തുടങ്ങുന്നതാണ്. ആത്മാർത്ഥത
പരിഹസിക്കപ്പെടുന്നതായി അനുഭവപ്പെടും. ചിലരുടെ വിശ്വാസവഞ്ചന തിരിച്ചറിയുവാൻ കഴിയും. സ്വയം തൊഴിൽ മേഖലയിൽ സാമാന്യമായ ലാഭം പ്രതീക്ഷിക്കാം. വായ്പ തവണകൾ ഒരുവിധം അടയ്ക്കാനായേക്കും. ഉപാസനകൾക്കും ധ്യാനത്തിനും കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണ്. ചെറിയ കാരണങ്ങൾ കൊണ്ട് അകന്നു നിന്നവർ അടുപ്പത്തിലാകും. പ്രണയികൾക്ക് സന്തോഷം ഭവിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങും. അതിനായി സാങ്കേതിക വിദഗ്ധരുടെ ഉപദേശങ്ങൾ തേടിയേക്കും. വാഹനം ഉപയോഗിക്കുന്നതിൽ ജാഗ്രത വേണം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഒരു ഉന്മേഷം അനുഭവപ്പെടും. തുടങ്ങിവെച്ച പല കാര്യങ്ങളും പൂർത്തിയാക്കുവാൻ കഴിയും. വ്യാപാരത്തിൽ വിജയിക്കാനും സാധിക്കുന്നതാണ്. എന്നാലും സംതൃപ്തി ഉണ്ടാവുക അത്ര എളുപ്പമായേക്കില്ല. ദുർചിന്തകളെ നിയന്ത്രിക്കാൻ വിഷമിക്കുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ അശ്രദ്ധ വരാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ വേണ്ടത്ര പിന്തുണ നൽകേണ്ട സന്ദർഭമാണ്. അയൽക്കാരുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധ വേണം. സാഹസങ്ങൾ ഒഴിവാക്കുന്നതാകും ഉചിതം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിൽ ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ മനസാവാച കർമ്മങ്ങളിൽ ശ്രദ്ധ വേണം. സമചിത്തതയോടെ കാര്യങ്ങളെ നോക്കിക്കാണണം. ക്ഷോഭം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. പ്രതീക്ഷിച്ച സർക്കാർ നടപടികൾ വൈകുന്നതാണ്. വാരം ആദ്യം വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. സുഹൃത്ത് സമാഗമങ്ങൾ സാധ്യമാകും. അമിത ചെലവിനും അലച്ചിലിനും സാധ്യതയുണ്ട്. അപ്രസക്ത കാര്യങ്ങൾക്ക് ഊർജവും സമയവും ചെലവഴിച്ചേക്കും. എന്നാൽ ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനെ ശനിക്ക് മൗഢ്യം തുടങ്ങുന്നതിനാൽ ലഘുദൗത്യങ്ങൾ പോലും അല്പം കഠിനമായി തോന്നിയേക്കും. ഓർമ്മപ്പിശക് വരാൻ സാധ്യതയുണ്ട്. തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ പുനർചിന്ത വേണ്ടിവരും. സുഹൃത്തുക്കളുമായി പിണങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും. ശുഭകാര്യങ്ങൾക്ക് വ്യാഴവും വെള്ളിയും ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ കാര്യങ്ങളിൽ സാമാന്യമായ നേട്ടം ഉണ്ടാകുന്നതാണ്. പതിവ് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു കിട്ടും. ഒരു സംതൃപ്തി അനുഭവപ്പെട്ടേക്കാം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധ്വാനഭാരം വർദ്ധിക്കുന്നതാണ്. ഭൗതിക സാഹചര്യങ്ങൾ കരുതിയതുപോലെ മെച്ചപ്പെട്ടേക്കില്ല. സുഹൃത്തുക്കൾ ചിലപ്പോൾ മോശമായി സംസാരിച്ചേക്കും. ചിന്തയും മനസാക്ഷിയും ആർക്കും പണയപ്പെടുത്തിയിട്ടില്ലെന്ന് മറുപടി പറയേണ്ടതായ സാഹചര്യം വരും. നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് ഗുണകരമല്ല. പ്രണയത്തിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കും. വൈകാരികമായ സമ്മർദ്ദം പല കാര്യങ്ങളിലും ഉയർന്നു വരാം. വീട് മാറുന്നതിനെപ്പറ്റി ആലോചിച്ചു തുടങ്ങും. നാട്ടിലെ ക്ഷേത്രോത്സവ നടത്തിപ്പിൽ പങ്കാളിയാകും. ആത്മീയ അനുഭവങ്ങൾ ഊർജം പകരും. ഭൂമി വ്യാപാരത്തിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നതിനാൽ വാക്കുകൾ പരുഷമാകും. ENT അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. ശരിയായ വിശ്രമം ലഭിച്ചേക്കില്ല. ഒരു സൂര്യക്കേട് അനുഭവപ്പെടും. ക്രമേണ കാര്യങ്ങൾ കുറച്ചൊക്കെ വരുതിയിൽ ആകുന്നതാണ്. തൊഴിൽ മേഖലയിൽ ശോഭിക്കുവാൻ കഴിയും. കാര്യനിർവഹണത്തിലെ തടസ്സങ്ങൾ അകലുന്നതായിരിക്കും. കച്ചവടത്തിൽ ഉപഭോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ പരിശ്രമിക്കും. ആഴ്ച അവസാന ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. കുടുംബകാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ തുടരുന്നതിനാൽ കാര്യങ്ങളിൽ അനുകൂലത ഉണ്ടാകുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് സ്വാധീനം വർദ്ധിക്കും. നിർദ്ദേശങ്ങളോട് പ്രത്യക്ഷത്തിൽ എതിർപ്പ് ഉണ്ടായില്ല എങ്കിലും സഹപ്രവർത്തകർ പരോക്ഷമായി പ്രതികരിക്കും. കരാർ ജോലികളിൽ മത്സരങ്ങൾ ഉണ്ടായാലും കരാറുകൾ പുതുക്കി ലഭിക്കും. കമ്മീഷൻ ഏജൻസി മേഖല ആദായകരമാകും. കുടുംബ ബന്ധങ്ങളിൽ സമ്മിശ്രാനുഭവങ്ങൾ ആയിരിക്കും. സന്താനങ്ങളുടെ ശീലങ്ങളോട് വിയോജിപ്പ് ഉണ്ടായാലും സഹകരിക്കേണ്ടി വന്നേക്കാം. പുതിയ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങിയേക്കും. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കും.
പ്രണയികൾക്ക് ആഹ്ലാദകരമായ അവസരങ്ങൾ വന്നുചേരും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങക്കൂറുകാർക്ക് കച്ചവട രംഗത്ത് സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും. ആദർശവും പ്രായോഗികതയും തമ്മിൽ പൊരുത്തപ്പെടില്ല. കാര്യനിർവഹണത്തിൽ തടസ്സങ്ങൾ നേരിടും. കന്നിക്കൂറുകാർക്ക് അവസരം കൂടുതൽ അനുകൂലമാണ്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ യഥാസമയം ലഭിക്കും. തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ തടസ്സങ്ങൾ ഉണ്ടാവില്ല. ഉത്രം നാളുകാർക്ക് പൊതുവെ കൂട്ടുകെട്ടുകൾ ഗുണവും ദോഷവും സൃഷ്ടിക്കുന്ന കാലഘട്ടമാണ്. ബിസിനസ് യാത്രകൾ ഫലവത്തായേക്കും. ഉപാസനകളും അനുഷ്ഠാനങ്ങളും തടസ്സപ്പെടാതെ നടക്കും. കലാപ്രവർത്തന രംഗത്ത് നവോന്മേഷം സംജാതമാകും. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് കാര്യസാധ്യം ഭവിക്കും. സഹകരണ മനസ്ഥിതി ആദരിക്കപ്പെടും. സുഖഭക്ഷണ യോഗം ഉണ്ടാകും. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് യാത്രാരേഖകൾ വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ ഉപരിപഠനത്തിലെ ആശയക്കുഴപ്പങ്ങൾ നീങ്ങും. ഭൂമി വ്യാപാരത്തിൽ തടസ്സങ്ങൾ തുടർന്നേക്കും. ഭാഗ്യാനുഭവങ്ങൾ പുഷ്ടിപ്പെടും. ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ഈശ്വര സമർപ്പണങ്ങൾക്ക് അവസരം അനുകൂലമാണ്. പ്രണയികൾക്ക് പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതായി തോന്നും. എന്നാൽ തെറ്റിദ്ധാരണ മാറാനുള്ള ശ്രമം ഭാഗികമായി വിജയിച്ചേക്കും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതന്ത്ര ചിന്താഗതി പുലർത്തുന്നത് വിമർശിക്കപ്പെടും. മറ്റുള്ളവരെ വിമർശിക്കുന്നതിൽ മുന്നിലായിരിക്കും. അതുകൊണ്ട് ഇങ്ങോട്ടും ചില ആരോപണങ്ങൾ കേൾക്കേണ്ടതായി വരുന്നതാണ്. അമിത സ്വാതന്ത്ര്യം എടുക്കുന്നത് സഹപ്രവർത്തകരുടെ എതിർപ്പിന് ഇടയാക്കും. പുതിയ ജോലിക്ക് നിയമനം കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവ് വൈകിയേക്കും. നക്ഷത്രാധിപനായ ചൊവ്വ വക്രഗതിയിൽ തുടരുന്നതിനാൽ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ വരും. തീരുമാനങ്ങൾ അടിക്കടി മാറ്റേണ്ട സ്ഥിതി ഉണ്ടാകും. വാഗ്ദാനങ്ങൾ പാലിക്കാൻ ക്ലേശിക്കും. ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതല്ല. അമിത ചെലവുകൾക്ക് സാധ്യതയുള്ളതിനാൽ ദുർവ്യയം നിയന്ത്രിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വിജയിക്കും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലുമുള്ള നിർബന്ധശീലം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. മുൻകൂട്ടി തീരുമാനിക്കാത്ത കാര്യങ്ങളും മികവോടെ നിർവഹിക്കും. ഗ്രഹത്തിൽ അല്ലറ ചില്ലറ പണികൾ വേണ്ടി വരുന്നതാണ്. വ്യാപാരത്തിൽ പുതിയ പങ്കാളിയെ ചേർക്കുന്നതിൽ ആശയക്കുഴപ്പം ഉടലെടുക്കും. വായ്പകൾ എടുക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും. സ്ത്രീകളുടെ ശത്രുത ഉണ്ടായേക്കും. അവ കഴിവതും വേഗത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. വിദേശത്ത് കഴിയുന്നവർ നാട്ടിൽ വരാനുള്ള ശ്രമം ആരംഭിക്കും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിന് ആവർത്തിത ശ്രമം വേണ്ടി വരുന്നതാണ്. അലച്ചിലിനും സാധ്യതയുണ്ട്. സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതായി തോന്നിയേക്കും. ചിലരെ നിലക്ക് നിർത്തേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. തൊഴിൽ സ്ഥാപനം വിപുലീകരിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കും. പിതാവ് സാമ്പത്തികമായി സഹായിച്ചേക്കും. പക്ഷേ അത് കൈവശമെത്താൻ ചില തടസ്സങ്ങൾ നേരിടും. കലാപ്രവർത്തനം അല്പം മന്ദഗതിയിലാകും. സുഹൃത്തുക്കളുടെ വാക്കുകളിൽ വിശ്വാസം കുറയുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠനത്തിൽ മുതിർന്നവർ ജാഗ്രത കാട്ടേണ്ട സമയമാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 4-ാം ഭാവത്തിൽ ആദിത്യനും ശനിയും യോഗം ചെയ്യുന്നതിനാൽ ഗ്രഹത്തിൽ സ്വസ്ഥത കുറയും. അഭിപ്രായ ഭിന്നതകൾ അന്തരീക്ഷത്തെ കലുഷമാക്കും. ധനപരമായ ആനുകൂല്യം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരുമായി സമാഗമവും അതുവഴി സന്തോഷവും ഭവിക്കും. ചില ശാരീരിക ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ദുർവ്യയം കരുതിയിരിക്കണം. ദുശ്ചിന്തകൾ ഒഴിവാക്കുക തന്നെ വേണ്ടിവരും. ചിലരെ ആലസ്യം പിടികൂടിയേക്കാം. അവധിയെടുത്ത് വീട്ടിൽ ചടഞ്ഞുകൂടുവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊത്ത് ചുറ്റിത്തിരിയും. ആഴ്ച അവസാന ദിവസങ്ങളിൽ മനസ്സ് സ്വസ്ഥമാകുന്നതാണ്.
ശുഭവാർത്തകൾ തേടിയെത്തും. ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടം ഉണ്ടാകും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധൻ പാപഗ്രഹങ്ങളുമായി യോഗം വരുന്നതിനാൽ ആത്മവിശ്വാസത്തെ ദുർബലപ്പെടുത്തിയേക്കും. കർമ്മനിരതരാകുവാൻ തടസ്സങ്ങൾ നേരിടും. അതേസമയം ആലോചന കൂടുകയും ചെയ്യും. തെറ്റായ ഉപദേശങ്ങൾ ശരിയെന്ന് വിശ്വസിച്ചു പോകും. ബുദ്ധിശക്തി വിവേകപൂർവം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ആരംഭിച്ച കാര്യങ്ങൾ ഒരുവിധം പൂർത്തിയാക്കുവാൻ കഴിയും. സർക്കാർ കാര്യങ്ങൾ നേടിയെടുക്കാൻ അലച്ചിൽ ഉണ്ടായേക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും. കരാർ പണികളിൽ നേട്ടമുണ്ടാകും. കമ്മീഷൻ ഏജൻസി മേഖല ലാഭകരമാകും. പ്രണയം പുഷ്കലമാകും. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ ശ്രദ്ധയുണ്ടാകും. വരവും ചെലവും കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. വ്യാപാര രംഗം വിപുലീകരിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നതാണ്. ബന്ധുക്കളുടെ കലഹത്തിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. 3-ാം ഭാവത്തിൽ സൂര്യനും ശനിയും സഞ്ചരിക്കുന്നതിനാൽ മനസ്സിന് ഇണക്കമില്ലാത്ത വ്യക്തികളുടെയും സഹായം സ്വീകരിക്കേണ്ടി വന്നേക്കും. സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സുഹൃത്ത് സമാഗമങ്ങൾ സാധ്യമാകുകയും അതിലൂടെ സന്തോഷം ലഭിക്കുകയും ചെയ്യും. രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും. ചില ശാരീരിക ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വത്ത് തർക്കങ്ങളിൽ അനുകൂലമായ വിധിയുണ്ടാകും. തൊഴിൽ മേഖലയിൽ കരുതിയതിലും ലാഭം ഉണ്ടാകുന്നതാണ്. ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചനകൾ ഗുണം ചെയ്യും. അയൽ വഴക്കുകൾ രമ്യതയിലാകും. യാത്രകൾ സന്തോഷാനുഭവങ്ങൾ നിറഞ്ഞതാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. ആഡംബര ചെലവുകൾ കഴിയുന്നത്ര കുറയ്ക്കുവാൻ ശ്രമിക്കും. സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ അറിവ് നേടുന്നതിന് അയക്കും. സന്താനങ്ങളുടെ ജോലിക്കായുള്ള പരിശ്രമങ്ങൾ ഫലവത്താകുന്നതാണ്. ആഹാര നിയന്ത്രണവും വ്യായാമത്തിലും ശ്രദ്ധയുണ്ടാകും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു അലസമനോഭാവം പിടികൂടുവാൻ സാധ്യതയുണ്ട്. പിന്നീടാകട്ടെ എന്ന് കരുതി ചില കാര്യങ്ങൾ മാറ്റിവെക്കും. ആത്മാർത്ഥത ഒപ്പമുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞേക്കില്ല. വ്യാപാരത്തിൽ സാമാന്യമായ ലാഭം വന്നുചേരും. വിപുലീകരണ ശ്രമങ്ങൾക്ക് സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും. ധനുക്കൂറുകാർക്ക് ദാമ്പത്യത്തിൽ പിടിവാശി കൂടും. അത് ഉപേക്ഷിക്കുന്നതാവും ഉചിതമായിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ നേരം ചെലവഴിച്ചേക്കും. വിദ്യാർത്ഥികൾക്ക് ഭാവി പഠനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ തുടരും. മകരക്കൂറുകാർക്ക് എതിർപ്പുകളെ നിരാകരിക്കാൻ കഴിവുണ്ടായിരിക്കും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള മങ്ങിയ ചിന്തകൾ നീങ്ങി ആത്മവിശ്വാസം വർദ്ധിക്കും. അധ്വാനത്തിനും ഉപരി നേട്ടങ്ങൾ കൈവരുന്നതായിരിക്കും. പ്രശ്നപരിഹാരങ്ങൾ സുഗമമായി തീരും. കുടുംബ ബന്ധങ്ങളിലെ സൂര്യക്കേടുകൾ താൽക്കാലികമായിട്ടെങ്കിലും മാറിക്കിട്ടുന്നതാണ്. ചിട്ടി, ലോട്ടറി ഇവയിൽ ഗുണമുണ്ടാകും. പെൻഷൻ പറ്റിയവർക്ക് വൈകിയ ആനുകൂല്യങ്ങൾ കിട്ടിയേക്കും. ലോണിനുള്ള ശ്രമം ഫലം കാണും. ഗവേഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അത് പൂർത്തിയാക്കുവാൻ കഴിയും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ കരുതൽ വേണം. പ്രായമുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കണം. പാപഗ്രഹങ്ങൾ സ്വാധീനം ചെലുത്തുന്നതിനാൽ ഗവൺമെൻറ് കാര്യങ്ങളിൽ തടസ്സം നേരിടും. ദുഷ്ചിന്തകളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം. ശരിയും തെറ്റും തിരിച്ചറിയാൻ വിഷമിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് ധനാഗമം ഉണ്ടാകും. സൗഹൃദങ്ങൾ പുഷ്ടിപ്പെടും. ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങളും സഹായങ്ങളും ഉണ്ടാകും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ച ആദ്യ ദിവസങ്ങളിൽ കാര്യങ്ങളിൽ അവിചാരിതമായ ചില തടസ്സങ്ങൾ നേരിടും. ഒരു മനമടുപ്പ് അനുഭവപ്പെടും. തർക്കങ്ങളിൽ തലയിടുന്നത് സൂക്ഷിച്ചു വേണം. ആരെങ്കിലും കരുവാക്കുന്നുണ്ടോ എന്നതിൽ കരുതൽ വേണം. പുതിയ തലമുറയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെന്ന് പരിതപിച്ചേക്കും. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ആഴ്ച പകുതിയോടെ ഉന്മേഷം തിരിച്ചു ലഭിക്കും.
പ്രായോഗിക സമീപനത്തിലൂടെ പരിഹാരത്തിനുള്ള വഴികൾ തുറന്നു കിട്ടും. നല്ല കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ദൈവീയ കാര്യങ്ങൾ മുഴുമിക്കാൻ കഴിയുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സംഘടനാ പ്രവർത്തനം സംഘർഷഭരിതമാകും. പുകഞ്ഞ കൊള്ളികളെ പുറത്താക്കാൻ കൂട്ടുനിൽക്കും. ചിലപ്പോൾ മനസ്സിലെ പ്രയോജനരഹിതമായ ചിന്തകളാകും ബഹിഷ്കരിക്കുക. ശനി ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മടിയും ഉന്മേഷക്കുറവും പിടികൂടിയേക്കും. നന്മ ചെയ്യുന്നവരെ അഭിനന്ദിക്കാൻ സന്നദ്ധത ഉണ്ടാകും. രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് അല്പം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. പണയവസ്തു വീണ്ടെടുക്കുവാൻ കുറച്ചധികം യത്നം വേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രത ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കാത്തിരിക്കേണ്ടി വരും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. കൂടിയാലോചനകൾ ഗുണകരമാകും. മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകാര്യമാവുകയും ചെയ്യും. അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. ബിസിനസ് ഇടപാടുകളിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരങ്ങളുണ്ടാകും. കുടുംബസമേതമുള്ള വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യും. വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ മുതിർന്നവർ ശ്രദ്ധ പുലർത്തണം. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഭോഗസുഖങ്ങളുണ്ടാകും. ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങുവാൻ കഴിയും. പാരിതോഷികങ്ങളും ലഭിക്കുന്നതാണ്. കലാപ്രവർത്തന രംഗത്ത് നേട്ടമുണ്ടാകും. രാഹു ജന്മരാശിയിൽ ഉള്ളതിനാൽ സമയബന്ധിതമായി പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കില്ല. ബന്ധുക്കൾ തമ്മിലുള്ള പിണക്കം പരിഹരിക്കാൻ മുൻകൈയെടുക്കും. വാഹനങ്ങളുടെയും യന്ത്രങ്ങളുടെയും ഉപയോഗത്തിൽ ജാഗ്രത വേണം. ആഴ്ച അവസാന ദിവസങ്ങൾ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. ഒരു മനസ്സമാധാനം അനുഭവപ്പെടും. ശുഭവാർത്തകൾ കേൾക്കാൻ ഇടയാകും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.